ദിലീപ് ദേവസ്യ, എം മുകേഷ് ഇപ്പോൾ എവിടെയാണ് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുന്നില്ല. ദിലീപിന് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം കൊച്ചിക്ക് തിരിച്ചോ മുകേഷ്? ഇപ്പോൾ ലഭിക്കുന്ന വിവരം മുകേഷിലേക്ക് ന്യായീകരിക്കേണ്ട കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി ധരിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് മുകേഷിനെ ഈ ഭീഷണിപ്പെടുത്തിയ സന്ദേശങ്ങളടക്കമുള്ള സ്ക്രീൻഷോട്ട് മുകേഷ് മുഖ്യമന്ത്രിയെ കാണിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് അദ്ദേഹത്തിന് CPM MLA ആയതുകൊണ്ട് മാത്രമാണ് തനിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ഭീഷണിയും അത്തരത്തിലുള്ള പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള CPM-ന്റെ MLA അല്ലായിരുന്നുവെങ്കിൽ തനിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ഗൂഢാലോചന ഉണ്ടാവില്ലായിരുന്നു എന്ന് നേരത്തെ മുകേഷ് പറഞ്ഞത് തന്നെ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇക്കാര്യത്തിൽ മുകേഷ് പറഞ്ഞ മറ്റൊരു കാര്യം കൂടെ ഇതിൽ വ്യക്തമാണ്. മുകേഷിൻ്റെ ഈ കയ്യിൽ സ്ക്രീൻഷോട്ട് ഉണ്ട്. അതായത് പണം ആവശ്യപ്പെട്ട് ഈ സ്ത്രീ നടത്തിയ സന്ദേശത്തിൻ്റെ സ്ക്രീൻഷോട്ട് മുകേഷ് മുഖ്യമന്ത്രിയെ കാണിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഘടകകക്ഷിയിൽ ആരെങ്കിലും തന്നെ ഈ ഇത്തരത്തിൽ രാജി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ സ്ക്രീൻഷോട്ട് കാണിക്കാമെന്നുള്ള തരത്തിലാണ് മുകേഷിൻ്റെ ന്യായീകരണങ്ങൾ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചത്. ഇപ്പോൾ മുകേഷ് ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടി അഭിഭാഷകരെ കാണാൻ വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് മാറിയെന്നാണ് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം. അതായത് കൊച്ചിയിൽ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനെ കാണുന്നതിന് വേണ്ടി അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോയെന്നും അദ്ദേഹവുമായി അടുത്ത വൃന്ദങ്ങളാണ് നമ്മൾ അറിയിച്ചത്. ഇപ്പോൾ കൊല്ലത്ത് നടക്കുന്നത് പ്രതിഷേധ കൂട്ടായ്മയാണ്. കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ കൂട്ടായ്മയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക, എം മുകേഷ് MLA സ്ഥാനം രാജിവെക്കുക, സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ രാജിവെക്കുക എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷ് MP ആണ് അല്പസമയം കഴിഞ്ഞാൽ ഈ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുക എന്നാണ്.